Hi friends, welcome to Score Academy. അപ്പോൾ നമ്മളെല്ലാവരും ഒരുപാട് നാളായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു അപ്ഡേറ്റ് ആണ് RRB NTPC എക്സാമിന്റെ എക്സാം ഡേറ്റ്. അപ്പോൾ ഇപ്പോൾ RRB ഒഫീഷ്യൽ ആയിട്ട് ഒരു നോട്ടീസ് ഇറക്കിയിട്ടുണ്ട്. എന്താണ്? RRB NTPC എക്സാമിന്റെ ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിന്റെ ടെന്റേറ്റീവ് ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ജൂൺ 5 മുതൽ ജൂൺ 23 വരെ. ജൂൺ 5 മുതൽ ജൂൺ 23 വരെ. അപ്പോൾ ഏതാണ്ട് ഇന്ന് എത്ര 22 ദിവസം. ഇന്ന് മെയ് 13 ആണ്. ഏതാണ്ട് 22 ദിവസമാണ് ഇനി നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ ഇനി എക്സാമിന്റെ പ്രിപ്പറേഷൻ അടിപൊളിയായിട്ട് നടത്തേണ്ട ടൈമാണ്. സോ നമ്മുടെ ടെന്റേറ്റീവ് ഡേറ്റ് വന്നിട്ടുണ്ട്. ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിന്റെ ടെന്റേറ്റീവ് ഡേറ്റ് ആണ് വന്നിട്ടുള്ളത്. ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിന്റെ ഡേറ്റ് ആണ് വന്നിട്ടുള്ളത്. ഇനി +2 ലെവൽ എക്സാമിന്റെ ഡേറ്റ് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ആരും ടെൻഷൻ ആവേണ്ട. ഗ്രാജുവേറ്റ് ലെവൽ എക്സാം ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. എത്രയാണ്? 15 ദിവസമാണ് എക്സാം നടക്കുന്നത്. 5 മുതൽ 23 വരെ 15 ഡേയ്സ് ആയിട്ടാണ് എക്സാം നടക്കുന്നത്. ഒരു ടെന്റേറ്റീവ് ഡേറ്റ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എക്സാം നോട്ടീസിൽ മെയിൻ ആയിട്ട് എന്താ പറയുന്നത്? നമ്മളോട് പറയുന്നത് 10 ഡേയ്സ് മുന്നേ, അതായത് എക്സാം നടക്കുന്നതിന് 10 ഡേയ്സ് മുന്നേ ആയിരിക്കും സിറ്റി ഇൻറ്റിമേഷൻ ലിങ്ക് വരിക. ക്ലിയർ? അതായത് 5-നാണ് എക്സാം നടക്കുന്നതെങ്കിൽ അതിന് 10 ദിവസം മുന്നേ ആയിരിക്കും നമ്മുടെ എക്സാം സിറ്റി ഇൻറ്റിമേഷൻ ലിങ്ക് വരിക. ക്ലിയർ? അതായത് 10 ദിവസം മുന്നേ ആയിരിക്കും നമുക്ക് എക്സാമിന്റെ സിറ്റി ഏതാണെന്ന് അറിയാം. അതുപോലെ തന്നെ 4 ദിവസം മുന്നേ ആയിരിക്കും നമ്മുടെ അഡ്മിറ്റ് കാർഡ് വരിക എക്സാമിന്. അതായത് 5-ന് എക്സാം ആണെങ്കിൽ അതിന് 4 ദിവസം മുന്നേ ആയിരിക്കും നമ്മുടെ അഡ്മിറ്റ് കാർഡ് കിട്ടുക. സോ ഓൾറെഡി RRB എക്സാം എഴുതിയവർക്കൊക്കെ അറിയാമായിരിക്കും 10 ദിവസം മുന്നേ ആയിരിക്കും എക്സാം സിറ്റി അറിയാം. അതുപോലെ 4 ദിവസം മുന്നേ ആയിരിക്കും നമ്മുടെ കോൾ ലെറ്റർ കിട്ടുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ നോട്ടീസിൽ പറയുന്നത്. അപ്പോൾ ഇനി നമ്മുടെ മുന്നിൽ എത്ര 22 ദിവസം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ഇനി മാക്സിമം നമ്മൾ റിവൈസ് ചെയ്യേണ്ട ടൈമാണ്. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ് ആണ് മാക്സിമം നമ്മൾ ചെയ്യേണ്ടത്. അതായത് എന്താ, ഇത് 90 മിനിറ്റുള്ള എക്സാം ആണ്. 90 മിനിറ്റുള്ള എക്സാമിൽ 100 ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ മാക്സിമം മോക്ക് ടെസ്റ്റ് ചെയ്യുക, എങ്കിൽ മാത്രമേ നമ്മുടെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഈ മോക്ക് ടെസ്റ്റ് ചെയ്യാനും അതുപോലെ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ ബാച്ച് എന്താ, സൂപ്പർ ബാച്ച് ആണ്. ഓൾറെഡി ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പർ ബാച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെസ്റ്റ് സീരീസ് ഉണ്ടാവും. അതായത് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ നമ്മൾ മെയിനായിട്ട് എന്താ ചെയ്യേണ്ടത്, ആദ്യം സിലബസ് കവർ ചെയ്യുക, പിന്നെ നമ്മൾ മാക്സിമം ടെസ്റ്റ് സീരീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ടെസ്റ്റ് സീരീസ് ചെയ്യാനും അതുപോലെ തന്നെ റിവൈസ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു ബാച്ചാണ് ഇത്. ടെസ്റ്റ് സീരീസ് ഉണ്ട്, റിവിഷൻ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ ക്ലാസ് പോയി നോക്കാവുന്നതാണ്. അപ്പോൾ അതിനുള്ള ഒരു ബാച്ചാണ് നമ്മുടെ സൂപ്പർ ബാച്ച്. ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വഴിയ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ സൂപ്പർ ബാച്ച് ഉണ്ട്. അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസ് മാത്രമാണ് ചെയ്യേണ്ടതെങ്കിൽ ടെസ്റ്റ് സീരീസ് മാത്രം ചെയ്യണം. നിങ്ങൾ ഓൾറെഡി സിലബസ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഇനി ടെസ്റ്റ് സീരീസ് ചെയ്തിട്ട് നിങ്ങൾ സ്പീഡ് ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മുടെ ടെസ്റ്റ് സീരീസിന്റെ ബാച്ച് മാത്രമുണ്ട്. അതായത് ടെസ്റ്റ് സീരീസ് മാത്രം അവൈലബിൾ ആണ്. 50 ഡെഡിക്കേറ്റഡ് ടെസ്റ്റ് അവൈലബിൾ ആണ്. NTPC ടെസ്റ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുപോലെ 100-ൽ-അധികം ടെസ്റ്റ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ടെസ്റ്റും നമുക്ക് അവൈലബിൾ ആണ്. സോ ഇതിൽ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാം. മാക്സിമം സ്പീഡ് ഇംപ്രൂവ് ചെയ്യാം. ഇനിയുള്ള ദിവസം നിങ്ങൾ മാക്സിമം റിവൈസ് ചെയ്യാനാണ് ചെയ്യേണ്ടത്. സോ നമ്മുടെ റിവിഷൻ സീരീസ് ഉണ്ട്. എല്ലാ ടോപ്പിക്കും നമ്മൾ കവർ ചെയ്യുന്ന റിവിഷൻ സീരീസും കൂടെ ഇതിലുണ്ട്. അതുപോലെ ആഡ് ഓൺസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇതിൽ ഫ്രീ ആഡ് ഓൺസ് അവൈലബിൾ ആണ്. സോ ഈ കോഴ്സിന്റെ ഡീറ്റെയിൽസ് നമ്മൾ വഴിയെ പറയുന്നതായിരിക്കും. ഓക്കെ, അടുത്ത വീഡിയോയിലൊക്കെ വരുന്നതായിരിക്കും. സോ ഇനിയുള്ള 22 ദിവസം, അതായത് 20 ദിവസം എന്ന് കൂട്ടുക നിങ്ങൾ. ആ 20 ദിവസം നിങ്ങൾ മാക്സിമം പഠിക്കുക, മാക്സിമം മോക്ക് ടെസ്റ്റ് ചെയ്യുക, നമ്മുടെ സ്പീഡ് ഇംപ്രൂവ് ചെയ്യുക, അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വർഷം തന്നെ നമ്മുടെ ഒരു കേന്ദ്ര സർക്കാർ ജോലി അത് നടക്കട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ഗൈസ്.